ലോകത്തിന്റെ നെറുകയിൽ തലയുയർത്തി നിൽക്കുന്ന ബുർജ് ഖലീഫയുടെയും ആഡംബരത്തിന്റെ അവസാന വാക്കായ പാം ജുമേറയുടെയും പകിട്ടുകളിലൂടെയാകാം ലോകം ദുബായിയെ നോക്കിക്കാണുന്നത്. എന്നാൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ദുബായ് എന്നത് കേവലം അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും ആഡംബര മാളുകളുടെയും മാത്രം നഗരമല്ല. അത് ദേറയുടെ ഇടുങ്ങിയ തെരുവുകളിലെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും അതിലുപരി പ്രതീക്ഷകളുടെയും കഥയാണ്. ഏതൊരു മലയാളിയും ആദ്യമായി പ്രവാസിയായി വിമാനമിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പണ്ട് കള്ളക്കപ്പൽ കയറി മണലാരണ്യത്തിൽ കാലുകുത്തുമ്പോൾ ആദ്യം അഭയം തേടിയത് ദേറയുടെ നെഞ്ചിലേക്കാണ്. ഒരുപക്ഷെ ദുബായിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതത്തിന്റെ നേർചിത്രം കാണണമെങ്കിൽ നമ്മൾ ദേറയിലൂടെ ഒന്ന് നടക്കണം. കാലങ്ങളായി മലയാളികൾ കെട്ടിപ്പടുത്ത പ്രവാസത്തിന്റെ ഓർമ്മകളും അവരുടെ വർത്തമാനകാലവും ദേറയെയും അവിടുത്തെ കെട്ടിടങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത്. ദേറയിൽ ആദ്യമെത്തിയ മലയാളി ആരാണെന്ന് ചരിത്രത്താളുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 60കളിലും 70കളിലും എണ്ണസമ്പത്തിന്റെ കണ്ടെത്തലോടെ ദുബായ് എന്ന ചെറിയ മത്സ്യബന്ധന ഗ്രാമം ഇന്നത്തെ മഹാനഗരമായി വളർന്നപ്പോൾ ആ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ഓരോ ഇഷ്ടികയിലും മലയാളിയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ദുബായ് ക്രീക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേറ അക്കാലത്ത് നഗരത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. നാട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടാൻ സ്വപ്നങ്ങൾ മാത്രം കൈമുതലാക്കി എത്തിയ പഴയ തലമുറയ്ക്ക് ദേറ ഒരു അഭയ കേന്ദ്രമായി മാറി. അവിടെ അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. മലയാള ഭാഷ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ, നാടിൻ്റെ രുചിയുള്ള ഭക്ഷണശാലകൾ, ജീവിത പ്രാരാബ്ദങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുന്ന ചായക്കടകൾ. അങ്ങനെ ദേറ മലയാളിയുടെ സ്വന്തം മിനി കേരളമായി മാറുകയായിരുന്നു. ഇന്ന് കാണുന്ന പുത്തൻ ദുബായിലേക്ക് നഗരം വളർന്നപ്പോഴും തങ്ങളുടെ വേരുകൾ ഉറപ്പിച്ചു നിർത്തിയ ദേരയെ കൈവിടാൻ മലയാളി ഒരിക്കലും തയ്യാറായിരുന്നില്ല. സഞ്ചാരികൾക്കും അതിസമ്പന്നർക്കും ദുബായ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിരിക്കാം. എന്നാൽ ജനസംഖ്യയുടെ 90% വരുന്ന പ്രവാസികൾക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും ഇതൊരു പോരാട്ടത്തിൻ്റെ ഭൂമിയാണ്. അൽ കോർണിഷിലെ അൽ ഖലീജ് സ്ട്രീറ്റിലുള്ള ഹയാത്ത് റീജൻസി പോലെയുള്ള ഹോട്ടലുകളിൽ താമസിക്കുന്ന ഒരു വിനോദസഞ്ചാരി സായാഹ്നങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഈ നഗരത്തിൻ്റെ മറ്റൊരു മുഖം ദൃശ്യമാകുന്നത്. പകൽ സമയത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിന് അല്പം ശമനം വരുന്ന സായാഹ്നങ്ങളിൽ ദേരയുടെ തെരുവുകൾ സജീവമാകുന്നു. ആഡംബരത്തിൻ്റെ നേരിയ അംശം പോലുമില്ലാത്ത ചെറിയ ബാർബർ ഷോപ്പുകൾ, മൊബൈൽ ഫോൺ കടകൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, കോഫി ഷോപ്പുകൾ എന്നിവ ഈ തെരുവുകളിൽ നിരന്നു നിൽക്കുന്നത് കാണാം നമുക്ക്. ഇത് സാധാരണക്കാരുടെ ലോകമാണ്. കടുത്ത ചൂടിലും പ്രതികൂല കാലാവസ്ഥയിലും ചിലപ്പോഴെങ്കിലും കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് ഇവിടുത്തെ സാധാരണ തൊഴിലാളികളിൽ പലരും. എന്നിരുന്നാലും നാട്ടിലുള്ള തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അവർക്കായി കരുതി വയ്ക്കുന്ന അവധി ദിനങ്ങളുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ തെരുവുകളിലെ ഓരോ മുഖത്തും കാണാൻ കഴിയുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയ കഥകളാണ്. ദേരയിലെ ഏറ്റവും പ്രശസ്തമായ ഇടങ്ങളിലൊന്നാണ് ഗോൾഡ് സൂക്ക്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നു. എന്നാൽ ഇതിനുമപ്പുറം അധികമാരും കാണാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത മറ്റൊരു രഹസ്യ ലോകം കൂടി ദേരയുടെ ഉള്ളറകളിലുണ്ട്. ഫസ്റ്റ് കോപ്പി ആഡംബര ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ സമാന്തര വിപണി ഇവിടെ സജീവമാണ്. തെരുവുകളിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കച്ചവടക്കാർ നമ്മെ സമീപിച്ച് റോളക്സ് വാച്ചുകളോ ലൂയി വിറ്റൻ ബാഗുകളോ വേണോ എന്ന് രഹസ്യമായി ചോദിക്കുന്നത് പതിവാണ്. ഇത്തരം ഓഫറുകൾ സ്വീകരിച്ച് അവർക്കൊപ്പം പോകുന്നവർ എത്തിച്ചേരുന്നത് വിസ്മയിപ്പിക്കുന്ന മറ്റു ചില ലോകങ്ങളിലായിരിക്കും. ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടന്ന് യാതൊരു ബോർഡുകളുമില്ലാത്ത കെട്ടിടങ്ങളുടെ ചെറിയ എലിവേറ്ററുകളിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു സംസ്കാരം നമുക്ക് കാണാം. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവരുടെ പരമ്പരാഗത രീതിയിൽ മുടി തുന്നുന്ന നിരവധി കടകൾ ഈ നിലകളിൽ കാണാൻ കഴിയും. അവിടെയുള്ള ഒരു വാതിലിൽ 3 തവണ മുട്ടുമ്പോൾ തുറക്കപ്പെടുന്ന രഹസ്യ അറകളിൽ ആരുമെന്ന് അമ്പരന്നു പോകും. തറ മുതൽ മേൽക്കൂര വരെ അടുക്കി വച്ചിരിക്കുന്ന ലോകോത്തര ബ്രാൻഡുകളുടെ ഫസ്റ്റ് കോപ്പി പതിപ്പുകൾ അവിടെയുണ്ട്. ഗുച്ചി, പ്രാഡ തുടങ്ങിയ ബ്രാൻഡുകളുടെ ബാഗുകൾ, പാഡക്ക്, ഫിലിപ്പ്, ടാഗ് ഹ്യൂയർ തുടങ്ങിയ വിലപിടിപ്പുള്ള വാച്ചുകളുടെ തനിപ്പകർപ്പുകൾ, കൂടാതെ ആപ്പിൾ ഫോണുകളും ഹെഡ്ഫോണുകളും വരെ അവിടെ സുലഭമാണ്. ഗുണനിലവാരം കുറഞ്ഞ ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു കൗതുക കാഴ്ച മാത്രമായിരിക്കാം. എങ്കിലും ദുബായ് എന്ന മഹാനഗരത്തിന്റെ അദൃശ്യമായ ഒരു വശം കൂടിയാണത്. ദേറയുടെ തെരുവുകളെ കൂടുതൽ ആകർഷകമാക്കുന്നത് അവിടുത്തെ ഭക്ഷണശാലകളാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള രുചികൾ ഇവിടെ ലഭ്യമാണ്. മലയാളികളുടെ സ്വന്തം പൊറോട്ടയും ബീഫും ബിരിയാണിയും മുതൽ അറബികളുടെ തനതായ രുചികൾ വരെ ഈ തെരുവുകളിൽ സജീവമാണ്. വൈകുന്നേരങ്ങളിൽ തെരുവോരങ്ങളിലെ കടകളിൽ നിന്നും ഉയർന്നു വരുന്ന ഷവർമയുടെയും കബാബുകളുടെയും ഗന്ധം ആരുടെയും കൊതിയൂറുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ പോലും ആ കാഴ്ചകൾ കണ്ട് നിന്നുപോകും. കൂടാതെ അറബിക് മധുരപലഹാരങ്ങളായ മസ്നഫ്, കുനാഫ എന്നിവയും ഈ തെരുവുകളുടെ സവിശേഷതയാണ്. പകലന്തിയോളം ജോലി ചെയ്ത് തളർന്നു വരുന്ന ഒരു മലയാളി പ്രവാസിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഈ തെരുവുകളിലെ ചെറിയ കഫറ്റീരിയകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കപ്പ് കറക്ക് ചായയാണ്. ആ ചായയുടെ ചൂടിൽ അവർ തങ്ങളുടെ സങ്കടങ്ങളും നാട്ടിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. ഒപ്പം വാരാന്ത്യങ്ങളിൽ ദേറ ഫിഷ് മാർക്കറ്റും ക്രീക്ക് സൈഡിലെ ഷോപ്പുകളുമെല്ലാം മലയാളിക്ക് ഒഴിവാക്കാനാകാത്ത ഇടങ്ങളാണ്. ദേര കേവലം ഒരു സ്ഥലമല്ല, അതൊരു വികാരമാണ്.
പുതിയ ദുബായ് എത്രത്തോളം ആധുനികതയിലേക്ക് വളർന്നാലും പ്രവാസിയായ മലയാളിയുടെ ഹൃദയത്തിൽ ദേരയ്ക്ക് എക്കാലവും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം അവരുടെ വിയർപ്പും സ്വപ്നങ്ങളുമാണ് ആ കെട്ടിടങ്ങളെയും തെരുവുകളെയും ഇത്രത്തോളം സജീവമാക്കി നിർത്തുന്നത്. ആർഭാടങ്ങളില്ലാത്ത എന്നാൽ ജീവനുള്ള മനുഷ്യരുടെ സ്നേഹവും അതിജീവനവുമുള്ള യഥാർത്ഥ ദുബായ് ദേരയുടെ ഈ ഇടുങ്ങിയ തെരുവുകളിൽ ഇന്നും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ മലയാളിയും ദുബായിയെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ദേര എന്ന ഈ പഴയ നഗരത്തിൻ്റെ ഗൃഹാതുരത്വമുള്ള ഓർമ്മകൾ ഉള്ളതുകൊണ്ട് കൂടിയാകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.